റോഷിപാൽ കൂടി ചേരുന്നുണ്ട്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. മൂന്നാം NDA സർക്കാർ അധികാരമേൽക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായ ആഘോഷം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. 3% വോട്ട് വർദ്ധിപ്പിച്ച BJP. തിരുവനന്തപുരത്ത് 3 ശരിക്കും പറഞ്ഞാൽ 4% എടുത്തുണ്ട്, 3.96%. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പരിസരത്ത് വൈകിട്ട് മധുര വിതരണം നടക്കും. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിന്റെ പ്രതിനിധിയായി സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഉണ്ടാകും. അല്പസമയത്തിനകം സുരേഷ് ഗോപി ദില്ലിയിലേക്ക് തിരിക്കും. വിവരങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, അല്പസമയത്തിനുള്ളിൽ സുരേഷ് ഗോപി ദില്ലിയിലേക്ക് തിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ സുരേഷ് ഗോപി ഡേ ആണ്, ഒരു BJP ഡേ ആണ്. ഒരർത്ഥത്തിൽ കേരളത്തിലെ ആഘോഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷങ്ങൾക്കാണോ BJP തയ്യാറെടുക്കുന്നത്? ഒപ്പം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടവരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭിച്ചോ? ഇന്ന് സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയോടുകൂടി കേന്ദ്രമന്ത്രിസഭയിലെത്തുമ്പോൾ സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ദില്ലിയിലേക്ക് തിരിക്കും. സുരേഷ് ഗോപിയെ കാത്ത് അവിടെ മാധ്യമപ്രവർത്തകരുടെ നമ്മുടെ പ്രതിനിധി അശ്വിൻ ഉൾപ്പെടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും BJP വീണ്ടും നരേന്ദ്രമോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏൽക്കുന്നതിൻ്റെ വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ന് സംസ്ഥാന വ്യാപകമായി മണ്ഡലം തലങ്ങളിൽ മധുര വിതരണവും ആഹ്ലാദ പ്രകടനവും ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരുവനന്തപുരം BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങൾ, VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. പായസം അവിടെ തന്നെ ഉണ്ടാക്കി അവിടെ വിതരണം ചെയ്യാനുള്ള തീരുമാനമാണ് BJP ജില്ലാ കമ്മിറ്റി എടുത്തത്. മറ്റൊന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. മരാർജി ഭവനിലും സമാനമായ രീതിയിൽ തന്നെ ആഘോഷങ്ങൾ, അതിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ നേരത്തെ അറിഞ്ഞു. നമുക്കറിയാം ഈ കൗണ്ടിംഗ് ഡേയിലും വലിയ ആഘോഷങ്ങൾ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു. ദേശീയ നേതൃത്വമാണ് അത്തരം ആഘോഷം എല്ലാ സംസ്ഥാന കമ്മിറ്റി ഓഫീസുകളിലും നടത്താനുള്ള നിർദ്ദേശം നൽകിയത്. സമാനമായി തന്നെ പ്രാദേശിക തലങ്ങളിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മണ്ഡലം തലങ്ങളിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഉച്ച കഴിഞ്ഞാൽ തന്നെ ആഘോഷങ്ങളായിരിക്കും എന്നാണ് BJP നേതാക്കൾ അറിയിച്ചത്. നമുക്ക് ആഘോഷങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. റോഷിപാൽ, അല്പസമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വീണ്ടും റോഷിപാലിലേക്ക് എത്താം. സുരേഷ് ഗോപി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കും. ഇന്ന് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഫോൺ കോളിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. സുരേഷ് ഗോപി അടക്കമുള്ളവരെ ഇന്നിപ്പോൾ എന്തായാലും നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഔദ്യോഗികമായ കോൾ വരണം, താങ്കളെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്യാബിനറ്റ് റാങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാനായി ക്ഷണിക്കുന്നു എന്നതായിരിക്കും ഒരുപക്ഷേ ദില്ലിയിൽ നിയുക്ത പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ വന്നാൽ കേരളത്തിന് 1, 2, 3 എത്ര മന്ത്രിമാരുണ്ടാവും എന്നാണ് അറിയേണ്ടത്. ലഭിക്കുന്ന സൂചന അനുസരിച്ച് മിനിമം 2 മന്ത്രിമാർക്കുള്ള സാധ്യതയുണ്ട്. അതിലൊന്ന് സുരേഷ് ഗോപിയാണ്, ക്യാബിനറ്റ് പദവിയായിരിക്കും. മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖറാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്ര ചുമതലയോ അതല്ലെങ്കിൽ സഹമന്ത്രി സ്ഥാനമോ ലഭിച്ചേക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തമിഴ്നാടിനടക്കം